ശുശ്രൂഷ ആരംഭിക്കാവുന്നു. ഇനിയും കാണുവാനും ആദരവ് പ്രകടിക്കാനുള്ള എല്ലാവർക്കും ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അവസരം ഒരുക്കുന്നതാണ്. ആകാശവും ഭൂമിയിൽ നല്ല മഹത്വമുള്ളവരിയിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കർത്താവേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാൻ്റെ നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പിൻ, സർവവാസികളുമായി ഒരേ ചെവിക്കൊള്ളിൻ. എന്തെന്നാൽ മനുഷ്യരുടെ സ്വരൂപത്തിൽ നടക്കുന്നവൻ പുറപോലെ പറഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ ശേഖരിക്കുന്നു എന്നവൻ അറിയുന്നില്ല.
കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? അത്ഭുതവും മറന്നുപോയ ദേശത്ത് നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിയിലേക്ക് നീവാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്തു. സദൃശമായ ദിവസങ്ങൾ പോലെ കടന്നു പോകുന്നു. എന്ന് അവർ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റടിക്കും വെള്ളമില്ലാതെ പോകുന്ന സ്ഥലം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവരും വീട്ടിലേക്ക് ഇറങ്ങിയവരാരും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മൺമയനായ ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയെ അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും
നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മി മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതാക്കുന്നവനുമായ നിശ്ചയാതന്ത്രനും തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ള നിലനിൽക്കുന്നതുമായ ലോകത്തിലെ നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിൻ്റെ സംസ്കാര നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന അപേക്ഷ കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, ജ്ഞാതനായ പുത്രൻ ഉണ്ടാകുന്ന പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തനത്തോട് പ്രതികരണം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ചവരെക്കാൾ രാജ്യാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തെ തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വിധികളെ സത്യമുള്ളവയാകുന്നുവെന്ന് വിഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചുവരെയും ചെയ്യുമ്പോൾ പെരുന്നാമത്തിൽ മാമോദിസയോടും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായവൾ ആഴമുള്ള പാതാളത്തെ കൈവിടപ്പെടുകയില്ലെന്നും വിട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം ഉണ്ടാകും ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവയുടെ ബന്ധിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശം അനുഭവിക്കുന്ന പ്രത്യാശയോടെ ദാസിയുടെ വേർപാടുകൾ ആശ്വസിക്കുകയും തമ്മൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യപരമായ ഈ പ്രത്യാശയ്ക്കായി എന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചു വിഷാദിച്ചുമിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആവേദനയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തികളെ വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൽ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രീ സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയും ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം
ദൃഷ്ടാന്തത്തെ പിന്തുടർന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്രാഴിയില്ലാത്ത രാജ്യത്തിങ്കിൽ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോട് കൂടെ നിന്റെ അടിയാരായി ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. ദിവസത്തിൽ മരിച്ചവരെയുടെ കബറുകളിൽ ഉയർത്തുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളങ്ങളെയും ധരിപ്പിക്കണമേ. നിനക്ക് സ്തുതി. മണ്ണിൽ നാദാവിനെ മനസ്സിലാക്കി പിതാവിനെ സ്തുതിയും പുരുഷനെ ക്രിസ്ത്യാനെ വേണ്ടിട്ട് പുത്രന്റെ വന്ദനവും അവസാനത്തെ എഴുന്നേറ്റവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനമുള്ള അവനെ അനുസ്കാരങ്ങളെയും മുഖേൽപ്പിക്കുന്ന റുഹായി സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ ഞങ്ങളോട് തീർച്ചയായും ചെയ്യണമേ. ദൈവമേ ഞങ്ങളോട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്കിരിക്കുകയും ചെയ്യണമേ. മരിച്ചവരുടെ പുനരുത്ഥാനങ്ങളെ നിങ്ങൾ പറയുന്നതെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനങ്ങളെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിനേക്കാൾ സാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിൽ നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. ഭാവി ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അയച്ചന്മാരത്രേ. ഇപ്പോൾ ഈ ഇടവയുടെ അധ്യക്ഷന്മാർ പ്രഖ്യാപിക്കുക സഹോദരങ്ങൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ കർത്തനാമത്തെ സ്നേഹ ഓർമ്മ 1979 കാലഘട്ടങ്ങളിൽ ഈ ഇടവകളുടെ വിചാരിയായി ഇവിടെ പാർത്ത് പ്രവർത്തിക്കുവാനായി കുടുംബാംഗങ്ങൾക്ക് അവസരം ലഭിച്ചു. അന്ന് ഈ കുടുംബവുമായുള്ളതായ ബന്ധം അതിജോഷ്ണത അതിന് നല്ല സ്മരണകളിൽ പോയി മനസ്സിൽ നിൽക്കാൻ സാറും ഈ മാതാവിൻ്റെ മക്കളുമായിട്ടൊക്കെ അതുപോലുള്ളതായ ഒരു ബന്ധമായിരുന്നു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ കുടുംബമായി പങ്കുവയ്ക്കുകയും ഹൃദയംഗമായ അനുശോചനം അറിയിക്കുകയും ചെയ്തു. മനുഷ്യ ജീവിതത്തിൽ ഈ ഭൗതിക ശരീരങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, അതിലൊന്ന് മരണം നിശ്ചയം, സമയം നിശ്ചയം. വേർപാടിനെ കുറിച്ച് 3 ചോദ്യങ്ങളിൽ പോയാലും ഉത്തരം കിട്ടാത്തതായിട്ട് when, where and how it happens, no answer to these questions. എപ്പോൾ സംഭവിക്കും, എവിടെ വെച്ച് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ആർക്കും ഉത്തരമില്ലാത്തായിരുന്നു നമ്മുടെ അവസാനിക്കും. ആകയാൽ നാം ഈ ഭൂമിയിൽ താൽക്കാലികമായി ജീവിക്കുമ്പോൾ സകല പിതാക്കന്മാരെയും പോലെ അന്യരെ പ്രവേശിക്കുക എൻ്റെ കണ്ണുകൾ കണ്ട് മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവെന്ന് ഞങ്ങളുടെ നാളുകളിൽ
നീ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന സങ്കീർത്തനക്കാരനോട് വ്യക്തമായി ഓർപ്പിക്കുന്നു. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. അതിനുവേണ്ടിയും നാം ഒരുങ്ങി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരുങ്ങിയില്ലെങ്കിലും നാം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത സമയത്ത് ഈ മരണം നമ്മെ തേടിയെത്തും എന്നുള്ളതിന് സംശയമില്ല. രണ്ടാമത് മറ്റൊരു ആശയം, കർത്താവിന് മടങ്ങി വരിക സമയത്തെക്കുറിച്ച് നിശ്ചയമില്ല. എന്നാൽ അതിനുവേണ്ടി നാം ഒരുങ്ങി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അത് സമയത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്ത ഒരു അറിയിപ്പായി ദൈവവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ താൽക്കാലികമായ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ ഇവിടെ കഷ്ടങ്ങൾ, വേദനകൾ ഈ എഴുതുമ്പോൾ പറഞ്ഞു 14-ാം അധ്യായത്തിൽ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസംഭവങ്ങൾ കൽപ്പാലിക്കുന്നു. 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഓർപ്പിച്ചു, ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ടവരാണ്. കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്ന മനുഷ്യൻ, ഭാരപ്പെട്ട് നിരങ്ങുന്നവനായ മനുഷ്യൻ ഈ താൽക്കാലിക ശരീരത്തിൽ വാക്കുമ്പോൾ ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് നാം അംഗീകരിച്ച് മതിയാണ്. കാരണം ഇതൊക്കെ നമുക്ക് വേദനയുണ്ടാക്കുന്ന, ഇതൊക്കെ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന അവസ്ഥകളാണെങ്കിൽ മാനുഷികമായ വ്യവസ്ഥയിൽ കൂടി ഈ ദ്രവത്തിലുള്ള മരിക്കുന്ന, മണിവിട്ട് വില്ലച്ചേരുന്ന ഈ മനുഷ്യ ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗം മാത്രമാണ്. ആകയാൽ മരണത്തിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിന് മടങ്ങി വരുന്നതിന് വേണ്ടി ഒരുങ്ങുക, ഇവ രണ്ടിനു വേണ്ടി ഒരുങ്ങി ജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, കർത്താവിന് മടങ്ങി വരുന്ന ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവർ വ്യക്തമായി നമുക്ക് ആലോചനയും സൂര്യനും എന്ന് വരുന്ന 15-ാം അധ്യായത്തിൽ നൽകി തന്നിട്ടുണ്ട്. അവർ വ്യക്തമായി ഓർപ്പിച്ചിരിക്കുന്നു, തുറക്കപ്പെട്ട കണ്ണ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും പരീക്ഷയുടെയും വ്യത്യാസ അടിസ്ഥാനം. ഈ തുറക്കപ്പെട്ട കല്ലറ നമ്മളോട് സംസാരിക്കുന്ന ചില പ്രത്യേക ഉപദേശങ്ങളുണ്ട്. ഓപ്പൺ ഗ്രേവ് gives us the assurance that our faith is not vain. തുറക്കപ്പെട്ട കല്ലറ പറഞ്ഞു നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. ആൻഡ് അവർ preaching is not vain. നമ്മുടെ പ്രസംഗവും വ്യർത്ഥമല്ല. അതിൽ ഓർപ്പിച്ചിരിക്കുന്നത് തുറക്കപ്പെട്ട കല്ലറയാണ് നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നത്. ഒന്നാമത്തെ ആശയം അതിനെക്കുറിച്ച് പറയട്ടെ. ഓപ്പൺ ഗ്രേവ് gives us the assurance of reunion beyond the grave. അതായത് അതാണ് ഈ നാം ഇവിടെ കൂടുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിരിക്കാൻ, ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. So we are going to have a reunion beyond the grave. അവിടെയാണ് പ്രത്യേകതയെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് 4-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ വാക്യം പറയുമ്പോൾ 13-ാം വാക്യത്തിൽ ഇത് പറഞ്ഞു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കുന്നു. ഇത് അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇതുപോലൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ളതായ തെറ്റായ ധാരണകൾ, അത് മാത്രമല്ല നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലായ്മയോട് പ്രവർത്തിക്കുന്നതിനാൽ മറ്റ് ജാതികളെപ്പോലെ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നു. ഇതിനപ്പുറമായി പറഞ്ഞു, കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാഥത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെയിരിക്കുന്ന രൂപാന്തരം. അങ്ങനെ നാം എല്ലാവരും ആകാശ മേഖലകളിൽ അവരോടുകൂടി എടുക്കപ്പെടും. അങ്ങനെ നാം എല്ലായ്പ്പോഴും അവരോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു. ഇവിടെയാണ് ആ റീയൂണിയൻ നടത്തുവാനായിട്ട് പോകുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ്, പിന്നെ ജീവനോടെ ഇരിക്കുന്ന രൂപാന്തരത്തിൽ മധ്യാകാശത്തിൽ കർത്താവ് വരും. So we are going to have a reunion there. അങ്ങനെയാണ് നമുക്ക് മുൻപേ കടന്നുപോയപ്പോൾ കർത്തൃസഭയിൽ കാണാമെന്നുള്ള ആ വലിയ ഉറപ്പും ധൈര്യവും പ്രത്യാശയും നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെത്തുകയും അടിസ്ഥാനവും അത് തന്നെയാണ്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാർ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ആയുസ്സുള്ള പ്രത്യാശ മാത്രമല്ല, ഇതിനപ്പുറത്ത് വലിയ പ്രത്യാശയുടെ അനുഭവം കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുമ്പോൾ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. മരണത്തിന്റെ മേൽ ജയം പ്രാപിച്ചവനായ കർത്താവ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇതാ മനുഷ്യനോടൊത്ത് ദൈവത്തിന്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവർ അവന്റെ ജനമായിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും, ഇനിയും മരണമുണ്ടാകുന്നില്ല. ഇതത്ര നമ്മുടെ പ്രത്യാശയുള്ള അനുഭവം. ആകയാൽ ഈ മരിക്കുന്ന ശരീരത്തിൽ അമർത്യമായിരിക്കും, ഈ ദ്രവിക്കുന്ന ശരീരത്തിൽ അദ്രവത്വമായിരിക്കും ഒരു സ്വർഗീയ ശരീരത്തിന്റെ അവകാശിയായി. അതോടൊപ്പം മാതാവിനെയും കർത്തൃസഭയിൽ കാണാമെന്നുള്ള ആ ഉറപ്പോടെ, ആ പ്രത്യാശയോടെ, ആ ധൈര്യത്തോടെ, ആ മനസ്സംയമനത്തോടെ ഈ മാതാവിനെ യാത്രയയക്കാൻ തൻ പാർത്ത ഭവനത്തോടെ, തൻ സഹവാസം ചെയ്ത പ്രിയപ്പെട്ടവരോട്, സഹവാസം ചെയ്ത ദേശവാസികളോട്, കൂട്ടായ്മയിലായിരുന്ന ഇടവകയിലെ ജനങ്ങളോടൊക്കെ താൽക്കാലികമായി വിട പറയുക. എന്നാൽ അതിനപ്പുറത്തുള്ളൂ വീണ്ടും കൂടിവരവുകൊണ്ട് ഒരുമിച്ച് കാണും. ആ പ്രത്യാശയോടുകൂടെ ജീവിത ഓട്ടം ഓടുവാൻ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഓട്ടം ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതായത് സാക്ഷികളുടെ സമൂഹം ചുറ്റും നിൽക്കുകയാണ്. ഓട്ടം ഓടി തികച്ച വിശുദ്ധന്മാരും
സാക്ഷികളുടെ സമൂഹം ചുറ്റും നിന്നുകൊണ്ട് നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സകല ഭാരവും പാവവും ഉള്ളപ്പെട്ടത് പാവവും വിട്ട് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓട്ടം ചെയ്യപ്പാൻ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് അവരോടൊത്ത് വിജയകരമായി നമ്മുടെ ഓട്ടം തിരിക്കുവാൻ ജീവിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രിയ മക്കൾക്കൊക്കെ ഹൃദയത്തിന് സമാധാനവും ആശ്വാസവും നൽകി കർത്താവിന് മടങ്ങി വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ, അതായത് മരണമുണ്ട്, കർത്താവിന്റെ മടങ്ങി വരവുണ്ട് നിശ്ചയമായി സംഭവിക്കുക. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണം. ആ നാളുകളെ എണ്ണിക്കൊണ്ട് കർത്താവിനോടൊത്ത് ശ്രീമാതാവിനെ മുൻപേ കടന്നുപോയ പിതാവിനെയൊക്കെയും കാണാവുന്ന പ്രത്യാശയോടെ ഉറപ്പോടുകൂടെ ജീവിതയാത്ര തുടരാം. ആയത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് സമാധാനം കൊണ്ടും പ്രത്യാശയോടും നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ബഹുമാനായ മാത്യൂസ് പ്രാർത്ഥന. എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടിയിരിക്കാവുന്ന അവിടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസിനായി ജീവിതത്തിനായി അതിലെ എല്ലാ അനുഭവങ്ങൾക്കായും നന്ദി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തിരുസനിലേക്ക് അവിടുന്ന് തിരികെ വിളിക്കുന്നു. ആ യാഥാർത്ഥ്യം സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകം ഈ പ്രിയപ്പെട്ട ഭാഗത്തെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മാതാവിന്റെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ വീണ്ടും കൂടി കാണാവുന്ന പ്രത്യാശയോടുകൂടെ ഈ ഭൗതിക ശരീരത്തോടെ ഇവിടെ ചൊല്ലുവാൻ തൊന്നും എല്ലാവരെയും അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ കൂടെ ഭവനത്തിനും ദേശത്തിനും ഇടയിലേക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തോടെ ഇതുപോലെ ഒരു ദിവസം വിട പറയേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ, ഞങ്ങളുടെ നാളുകൾ ദൈവോന്മുഖമായി ചിലവഴിക്കാൻ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ പ്രിയ മക്കൾക്കായി എല്ലാ കുടുംബാംഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. മനുഷ്യന് നൽകാൻ പറ്റാത്തതായ സ്വർഗീയമായ സമാധാനത്താൽ ആശ്വാസത്താൽ എല്ലാ ഹൃദയങ്ങളെയും അവിടെ നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. നിന്റെ മകൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് വിശ്വാസത്തിന്റെ ദൃഷ്ടികളാൽ കാണുവാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് വിശ്വാസം കൊണ്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള ശുശ്രൂഷകളിലും ക്രമീകരണങ്ങളും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി എല്ലാ ദൈവിക കരുതലിനായിട്ടും നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ മകളെ യാത്ര അയക്കുമ്പോൾ ഞങ്ങളുടെ ഈ ലോകത്തു നിന്നുള്ള പുറപ്പാട് നിൽക്കുന്നവരായി ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഇതിന്റെ മാതാവ് വിശദമായി ഞങ്ങളോട് സംസാരിക്കുന്ന വാക്കുകളെ ശ്രമിക്കാനാക്കണം ജീവിതത്തെ ദൈവോന്മുഖമായി രൂപപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യം നൽകണമേ. ഞങ്ങൾ കരുതാപത്തോടും നിരാശയോടും കൂടിയല്ല, ഹൃദയം നിറയുന്ന പ്രത്യാശയോടുകൂടി സാക്ഷികളുടെ വലിയ സമൂഹം ഞങ്ങളുടെ ചുറ്റിലുമുണ്ടെന്നുള്ള ഉറപ്പോടുകൂടി ഇതിന്റെ മകളെ യാത്ര അയക്കുന്നു. താൻ ജീവിച്ചതായ ഭവനത്തോടും ചുറ്റുപാടുകളോടും വിട പറയുന്നതായ ഈ സമയം ദൈവത്തിന്റെ വലിയ കാരുണ്യം കുടുംബാംഗങ്ങളോടുകൂടെ ഇരുന്ന് ശക്തീകരിക്കണം. എല്ലാ ആശ്വാസത്താലും സമാധാനത്താലും എല്ലാവരെയും നിറയ്ക്കുന്നു. എല്ലാം തൃക്കരങ്ങളിലേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നർത്ഥം വരുന്ന പ്രിയലായുസ്, ക്രിസ്ത്യലായുസ് എന്ന പ്രതിവാക്യമായിട്ട്